റഷ്യ യുക്രൈൻ യുദ്ധം അനന്തമായി തുടരുകയും യൂറോപ്പിൽ വലിയൊരു പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അവിടെയുള്ള യൂറോപ്യൻ യൂണിയൻ അവിടെയുള്ള ഓരോ രാജ്യങ്ങൾക്കും 27 രാജ്യങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏത് നിമിഷവും ആക്രമണം നേരിടാൻ തയ്യാറാകണം, ഒരു അടിയന്തര കിറ്റ് തയ്യാറാക്കണം എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് റഷ്യൻ പ്രസിഡന്റിന്റെ കാറിൽ ഒരു വലിയ സ്ഫോടനം നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഔദ്യോഗിക കാറായിട്ടുള്ള ഫ്ലീറ്റിന്റെ ആഡംബര ലിമോസിൻ കാറിൽ ഒരു ഭീകരമായിട്ടുള്ള സ്ഫോടനം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കാർ മുഴുവൻ കത്തി നശിച്ചതായും ഒരു പ്രശസ്ത വിദേശ മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സംഭവം നടന്നത് മോസ്കോയുടെ മധ്യഭാഗത്തായതിനാൽ റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സുരക്ഷയെക്കുറിച്ചും ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. കൂടാതെ ക്രെംലിനുള്ളിൽ തന്നെ ഒരു ആഭ്യന്തര ഭീഷണി ഉണ്ടെന്ന സംശയവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഈ ആഭ്യന്തര ഭീഷണി ആരാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. എന്നിരുന്നാലും പുടിന്റെ മരണമാസന്നമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രവചിച്ചിരുന്നത്. പുടിൻ ഏത് നിമിഷവും മരിക്കാമെന്ന് സെലൻസ്കിയുടെ പ്രവചനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പുടിന്റെ ആഡംബര കാറായിട്ടുള്ള ലിമോസിനിൽ ഒരു വമ്പൻ സ്ഫോടനം നടന്ന് കാർ മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുന്നത് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാർ പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ വ്യക്തതയില്ല എന്നാണ് ഇപ്പോഴും റഷ്യ പറയുന്നത്. എഞ്ചിനിൽ നിന്നാണ് തീ പടർന്നതെന്നും പിന്നീട് വാഹനത്തിനുള്ളിൽ തീ പടരുകയായിരുന്നു എന്നുള്ളതുമാണ് ലഭിച്ച വിവരം. സംഭവ സമയത്ത് അഗ്നിശമന സേന എത്തുന്നതിന് മുമ്പ് സമീപത്തെ റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്ന ആളുകൾ സഹായത്തിനായി രംഗത്തെത്തിയിരുന്നു. വാഹനത്തിൽ നിന്ന് കറുത്ത പുക ഉയരുന്നതിനും കാറിന്റെ പിൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും സ്ഫോടനത്തിന്റെ കാരണം ഇപ്പോഴും അജ്ഞാതമാണ്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുതിന്റെ ഗതാഗതം കൈകാര്യം ചെയ്യുന്ന പ്രസിഡൻഷ്യൽ എസ്റ്റേറ്റ് വകുപ്പാണ് ഈ വാഹനം പ്രവർത്തിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. സംഭവ സമയത്ത് കാറിനുള്ളിൽ ആരെങ്കിലും ഇരുന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനും ഇപ്പോൾ യാതൊരുവിധ വ്യക്തതയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. ആ കാർ എങ്ങനെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതിന്റെ കാര്യം ഇത് സ്ഫോടനമല്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ റഷ്യ നാണക്കേട് ഭയന്നായിരിക്കും. അതായത് പ്രസിഡന്റിന്റെ കാർ തന്നെയാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള പ്രസിഡന്റുമാരിൽ ഒരാളാണ് റഷ്യൻ പ്രസിഡന്റ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഒക്കെ ലോകത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ചാരസംഘടനകൾ മറ്റ് എല്ലാവരും അദ്ദേഹത്തെ സംരക്ഷിക്കാനായി ബാധ്യസ്ഥരായി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. എന്തായാലും സെലൻസ്കിയുടെ പ്രവചനം പുടിൻ ഉടൻ മരിക്കുമെന്നാണ്. കനത്ത സുരക്ഷയിലാണ് അതുകൊണ്ട് തന്നെ പുടിൻ താമസിക്കുന്നത്. 72 വയസ്സാണ് പുടിനുള്ളത്. പതിവായി ലിമോസിനുകൾ പുടിൻ ഉപയോഗിക്കാറുണ്ട്. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ഉൾപ്പെടെ നിരവധി പേർക്ക് അദ്ദേഹം ഈ കാർ സമ്മാനമായിട്ടും നൽകിയിട്ടുണ്ട്. ആ കാറാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ച് ചാരമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.